ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ഈ സംഭവം നടന്ന ഇരിഞ്ചിയത്ത് ഈ അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തുന്നതാണ്. ബസ് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു, വശത്തേക്ക് പതിക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ റോഡിൽ ഒരു വശം ചെരിഞ്ഞ് പതിഞ്ഞ് കിടക്കുക, ഒരു വശം മറിഞ്ഞ് കിടക്കുകയായിരുന്നു. അവിടെ നിന്നിപ്പോൾ ക്രെയിനും JCBയും ഉപയോഗിച്ച് ശ്രമകരമായ ദൗത്യമാണ്. ഫയർഫോഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ്. കാരണം തീപിടുത്ത സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള പരിസ്ഥിതി. ഇപ്പോൾ ആ ബസ് ഉയർത്തി നേരെ നിർത്തിയത് ഇപ്പോഴാണ്. ഈ 10:20 അപകടം നടന്ന് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോൾ ആ ബസ് നാട്ടുകാരൊക്കെ ഒരുപാട് പേർ തടിച്ചുകൂടിയിരുന്നു. അവിടെ നിന്ന് അവരെയൊക്കെ നീക്കിയ ശേഷമാണ് ഈ ബസ് ഉയർത്തിയത്. മുമ്പ് റഹീം MP അടക്കം ആ പ്രവർത്തനങ്ങൾക്ക് ബസ് ഉയർത്തി പരിശോധനയ്ക്കൊക്കെയുള്ള നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. AV ജയശങ്കർ തത്സമയം ഇരിഞ്ചിയത്ത് നിന്ന് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഈ ബസ് ഉയർത്തി ആ ഓട ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഗോകുൽ, അല്പസമയം മുമ്പാണ് ഈ അപകടം സംഭവിച്ച ബസ് ഉയർത്തിയിരിക്കുന്നത്. ഈ ബസ് നാട്ടുകാർ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ ഏറെ മണിക്കൂർ പണിപ്പെട്ടാണ് ഈ ബസ് ഉയർത്തിയത്. ഈ ഓടയുടെ സ്ലാബ് ഉൾപ്പെടെ ഈ ബസ് അപകടത്തിൽ തകർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ നാട്ടുകാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ ബസ് അമിത വേഗതയിലായിരുന്നു. അമിത വേഗതയിലെത്തിയ ബസ് പൊടുന്നനെ ബ്രേക്ക് പിടിച്ചതോടുകൂടി ഒരു ഭാഗം ചെരിഞ്ഞ് മറിയുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. നമുക്ക് ആ ബസ്സിന്റെ ദൃശ്യങ്ങളിലേക്ക് നോക്കാം. ബസ്സിന്റെ ഈ ഒരു ഭാഗം, ഈ നിലത്തേക്ക് വീണ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം വലിയൊരു അപകടമാണ് ഇവിടെ നടന്നത്. ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് ഈ നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം പെട്ടെന്നുള്ള ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടലോടുകൂടിയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാനായത്. നേരത്തെ നാട്ടുകാരുൾപ്പെടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വലിയ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം വന്നിരുന്നത്. മറ്റൊരു വാഹനമായി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഈ ബസ്സിനകത്ത് കയറി പരിശോധിക്കുകയാണ് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴായിരിക്കും, നേരെ നിർത്തിയ ശേഷമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഒരു സാഹചര്യം ഒരുങ്ങിയതല്ലേ? ഗോകുൽ, ഈ ബസ് മറിഞ്ഞു കിടന്നൊരു ഘട്ടത്തിൽ പ്രാഥമികമായി ഉദ്യോഗസ്ഥർ ഉള്ളിൽ പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ സാധിച്ചില്ല. എന്തായാലും നിലവിൽ ഈ ബസ് ഉയർത്തിയതിനു ശേഷം ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും മറ്റും ബസ്സിനുള്ളിൽ മുന്നിലെ തകർന്ന ചില്ലിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബസ് മറിഞ്ഞു, അപകടമുണ്ടായി, അതിന് പിന്നാലെ ഇനി ഫയർ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിനുള്ളിൽ കയറി വിശദമായൊരു പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ ഈ ബസ്സിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം വലിയൊരു അപകടമായിരുന്നു. ഈ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ മറിഞ്ഞ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. വലിയ ഇരുമ്പ് കമ്പികളാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ ഈ ബസ് മറിഞ്ഞു വീണതോടുകൂടി വളഞ്ഞൊടിഞ്ഞ് തകർന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ബസ് അപകടത്തിന്റെ ഒരു വ്യാപ്തി. ബസ്സിൽ ഇന്ന് ചിന്നിച്ചിതറ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഓടയിലേക്ക് പൂർണ്ണമായും മറിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഓടയിൽ ഉൾപ്പെടെ നമ്മൾ കാണുമ്പോൾ വലിയ തോതിൽ ചില്ലുകളുണ്ട്, ആളുകളുടെ ചെരുപ്പുകളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുമായി മൂന്നാറിലേക്ക് യാത്ര പോയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ ഡ്രൈവറുടെ ഒരു അശ്രദ്ധ തന്നെയാണ്, ഈ അമിത വേഗത തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. കാര്യമായി വലിയ വളവാണോ അപകട വളവ് എന്ന തരത്തിൽ മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുൻകരുതൽ നിർദ്ദേശമൊക്കെ ഉള്ള തരത്തിൽ ഒരു വലിയ വളവാണോ? ഗോകുൽ, ഇത് MC റോഡിൽ നിന്ന് മാറി ഒരു പാതയാണ്. ഉൾനാട്ടിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാത തന്നെയാണ്. കുത്തനെയുള്ള വലിയ വളവുകൾ എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിൽ വാഹനങ്ങൾ പോകുന്ന ഒരു പാതയാണ്. പക്ഷേ ഇവിടെ വലിയ തോതിൽ വളവുകളുണ്ട്. ശ്രദ്ധ പുലർത്തേണ്ട വഴിയാണ്. പക്ഷെ അത്തരം ശ്രദ്ധയൊന്നും പുലർത്താതെ രാത്രി മത്സരോട്ടം നടത്തി. ആ മത്സരോട്ടമാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഓട ഉൾപ്പെടെ നിലവിൽ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനുള്ളിൽ തന്നെ ഈ ഓടയ്ക്ക് മുകളിലേക്കാണോ ബസ് മറിഞ്ഞു കിടന്നിരുന്നത്? അതുകൊണ്ടാണോ ഈ ഓടയിൽ ഇറങ്ങി ഈ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്? അതായത് ഈ ഓടയിലേക്കാണ് ബസ്സിൻ്റെ ഒരു ഭാഗം മറിഞ്ഞു കിടന്നിരുന്നത്. നമുക്ക് ഈ അപകടത്തിന് പിന്നാലെയാണ് ഈ ഓട ഉൾപ്പെടെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി ഏതെങ്കിലും തരത്തിൽ ആളുകളോ മറ്റെന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് പ്രാഥമികമായും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ പരിശോധിക്കുന്നത്. കാരണം അത്രമാത്രം വലിയൊരു അപകടമായിരുന്നു. ഒരു കൊടും വളവ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വളവിലാണ് അമിത വേഗതയിലെത്തിയ പൊടുന്നനെ ബ്രേക്ക് പിടിച്ചതോടുകൂടി ഇത്തരത്തിൽ ഈ സ്ലാബിലേക്ക്, ഈ ഓടയിലേക്ക് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൊടുന്നനെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും എല്ലാം തന്നെ
ഒറ്റപ്പെട്ടലാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഒരു പരിധിവരെയെങ്കിലും കുറച്ചത്. ആദ്യ മണിക്കൂറിൽ തന്നെ, ആദ്യ 45 മിനിറ്റിൽ തന്നെ ഈ ബസ്സിൽ നിന്ന് പൂർണ്ണമായും ഈ ബസ്സിലുണ്ടായിരുന്ന 49ഓളം പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആളുകളെ മൊത്തം മാറ്റാൻ സാധിച്ചു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കെല്ലാം തന്നെ ആളുകൾ എത്തിക്കാനായി. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ അപകടത്തിൽ ആളുകൾക്ക് മറ്റു തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് രക്ഷിക്കാനായി. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ അപകടത്തിൽ 60 വയസ്സുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്.